ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഹല്ലേലൂയ 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 റൂഹായേ ഞങ്ങളിൽ നിറയണമേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് കർത്താവിൻ്റെ വചനങ്ങൾ ഇതുപോലെ അമ്മയെപ്പോലെ അതിനേക്കാൾ തീക്ഷ്ണമായ ചില ജീവിത സാഹചര്യങ്ങൾ ഈശോയ്ക്കുണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് എൻ്റെ കുറച്ച് ഭാഗം കണ്ടതാണ്. ഗ്രീക്കുകാർ വന്ന ദിവസം ഗ്രീക്കുകാർ വന്ന് ഞങ്ങൾക്ക് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞ സമയം ആദ്യമായിട്ടാണ് ഒരു വിജ്ഞാന അക്കാഡമിക്കായിട്ടുള്ള ഒരു കരിയറുള്ള ജനങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് വരുന്നത്. ആധ്യാത്മികതയിലേക്ക് അക്കാഡമിഷ്യൻസൊക്കെ ആധ്യാത്മികതയിലേക്ക് വരണ ഒരു സമയമാണ്. പക്ഷെ അക്കാഡമിക് ആൾക്കാരുടെ അന്വേഷിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പുതിയ മാർഗങ്ങളൊക്കെ അന്വേഷിച്ചാണ് വരണത്. അപ്പോഴേ കർത്താവ് പറഞ്ഞു, ജ്ഞാനമാർഗം അല്ല, കർമ്മമാർഗമാണ് എൻ്റേത്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയണത് കർമ്മത്തേക്കാൾ വലിയ സമർപ്പണത്തിൻ്റെ മാർഗമാണെന്ന് പറഞ്ഞു. കർമ്മം ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ചില ഔദാര്യങ്ങളോ ആനുകൂല്യങ്ങളോ ആണ്. ആ വ്യക്തി തന്നെ അഴിഞ്ഞു മാറുന്ന സമർപ്പണത്തിൻ്റെ മാർഗമാണ് എൻ്റെതെന്ന് പറഞ്ഞു. അവിടെ ഭക്തിയും ജ്ഞാനവും കർമ്മവും അപ്പുറത്ത് ഒരു സ്വയംദാനത്തിൻ്റെ മാർഗമാണ് എൻ്റേത് എന്ന് പറഞ്ഞു. അത് അവർക്ക് അപ്പീലിംഗ് അല്ലാതെ ആയിരിക്കും മിക്കവാറും ഗ്രീക്കുകാർ തിരിച്ചു പോയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് പെട്ടെന്ന് അസ്വസ്ഥമായല്ലോ എന്ന് പറഞ്ഞു. കാര്യം തൻ്റെ മാർഗം സ്വയംദാനത്തിൻ്റെ സമർപ്പണ മാർഗമാണെന്ന് കർത്താവിനെ തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് ആ ഗ്രീക്കുകാർ വന്നത്. ഇങ്ങനെ കുറേ ആൾക്കാർ ഈശോൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ലോകത്തിൻ്റെ അധികാരി വരും, ചിലപ്പോൾ മാലാഖമാർ സന്ദർശിക്കാൻ വരും. ഇതെല്ലാം തൻ്റെ പാഷനെക്കുറിച്ചുള്ള കോൺഷ്യസ് കർത്താവിന് കൊടുത്തിട്ട് പോകും. ഓരോ ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വരണത്, ഓരോ വ്യക്തികൾ നമ്മളെ സന്ദർശിക്കണത് സന്തോഷകരമാണെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ ലോകത്തിൻ്റെ ഒരു സന്ദർശനമാണെന്ന് വേണേൽ പറയാം. ദൈവത്തിൻ്റെ സന്ദർശനം കഴിഞ്ഞു പോകുമ്പോൾ, ദൈവസന്ദേശം തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. നമ്മുടെ അഴിച്ചിലിനെ കുറിച്ചായിരിക്കും അത് പറയണത്. അപ്പോഴീശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, എന്ത് പറയേണ്ടു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് ഇങ്ങനെയുള്ള സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഈശോ ചോദിക്കുന്നത്. വണ്ടർഫുൾ, എൻ്റെ ആത്മാവ് ഇപ്പോൾ അസ്വസ്ഥമാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് നിനക്ക് പ്രഷർ കൂടുതലാണ്, ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായി അല്ലേ, നമ്മുടെ മനസ്സസ്വസ്ഥമായി. അപ്പോൾ അസ്വസ്ഥമാകുന്ന സമയത്ത് മനുഷ്യനെ, ഇപ്പോൾ നമ്മുടെ ലുക്കായുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് 12:27, വിശുദ്ധ യോഹന്നാൻ 12:27, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അപ്പോസ്തലന്മാർ ഈശോനോട് ചോദിച്ചില്ലേ, ഈശോ അസ്വസ്ഥത വരുമ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടു, അതുപോലെ അത് നീ ചെയ്തതിന് ശേഷം നീ ഓക്കെ ആകണത് ഞങ്ങൾ കണ്ടു.
അപ്പം ഞങ്ങൾക്ക് ഈ അസ്വസ്ഥത വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വണ്ടർഫുൾ. തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ വചനങ്ങൾ. അതായത് ഇപ്പോൾ ലൂക്ക 12:27 എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പം നമുക്ക് കടങ്ങൾ ജപ്തി നടപടി വന്നു. ഇപ്പോൾ കൊറോണയാണെങ്കിലും ബാങ്കുകാർക്ക് ചിലർക്ക് മനുഷ്യനെ വിഷമിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പലിശയൊക്കെ മേടിച്ച് മനുഷ്യനെ അവരവരുടെ കാര്യം സേഫും സെറ്റുമായി അവർക്ക് നല്ല പെൻഷൻ കിട്ടാൻ വേണ്ടി, ഫയൽ റിമാർക്സിലായിരിക്കാൻ വേണ്ടി അവർ നമ്മളെ വേട്ടയാടും ചില സമയത്ത്. അപ്പോൾ നമ്മൾ ജപ്തി നടപടിയൊക്കെ ഈസിയായിട്ട് വരും. അപ്പോൾ അവരുടെ ഫയൽ ക്ലോസ് ചെയ്ത് അവർ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അസ്വസ്ഥമായാലൊന്നും അവർക്കൊന്നും വിഷയമല്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഏജൻറ്റ്, ഇപ്പോൾ ഈശോനെ ഗ്രീക്കുകാർ സന്ദർശിച്ച പോലെയാണ് നമ്മൾക്ക് ചിലപ്പോൾ ജപ്തി നടപടി വന്നിട്ട് പോസ്റ്റ്മാൻ വന്നിട്ട് നമുക്ക് പേപ്പർ വന്നിട്ട് പോണത്. നമ്മൾ അവർ പോയി കഴിയുമ്പോൾ അസ്വസ്ഥമാകും. അപ്പോഴും നമ്മൾ ചോദിക്കും, ഞാനെന്ത് പറയണ്ടേ? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവവേദനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈശോനെ അസ്വസ്ഥമാക്കിയ അതേ സാഹചര്യങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനും നീ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ അസ്വസ്ഥനായത്. അവൻ ദൈവത്തോട് ചോദിച്ചത്, വാട്ട് ഐ ഷാൽ ഡു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ. യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന,
എല്ലാവരും ജീവനെ ജീവനെ സ്വന്തമേ ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹല്ലേലൂയ 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 എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് കണ്ടില്ലേ? ഈശോയുടെ മനസ്സ് പീഡാനുഭവത്തിലേക്ക് വഴുതി അങ്ങ് പെട്ടെന്ന് ആ സ്മരണയിലേക്ക് പോവുകയാണ്. ഗ്രീക്കുകാർ വന്ന് പോയി കഴിയുമ്പോൾ അതൊരു ഇൻറ്റിമേഷൻ നൽകിയിട്ട് അവർ പോയി. അവർ കൊടുത്തതല്ലത്, പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് കൊടുത്തതാണ്. ദേ ആർ സീക്കിംഗ് വിസ്ഡം, ബട്ട് യുവർ വേസ് ദ വേ ഓഫ് കനോസിസ്. അനിഹിലേഷൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെതാണ് നിൻ്റെ വഴി എന്നറിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ്, കൊതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഹി വാസ് സബ്മിസ്സീവ്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയേ, ഗ്രീക്കുകാർ പോയി കഴിഞ്ഞിട്ട് ഉടനെ എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? അതാണ് ലൂക്ക 1:12-27. എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? പിതാവേ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോ അസ്വസ്ഥമാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയേണ്ടു, ഞാൻ എന്ത് പ്രാർത്ഥിക്കേണ്ടു എന്ന് ചോദിച്ചപ്പോൾ, ഞാനിങ്ങനെ മരണകരമായ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കും എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്നാ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അസ്വസ്ഥത വരുമ്പോൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഈശോ ഉടനെ പ്രാർത്ഥിച്ചത്, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്തുതികടേ സ്തുതികട ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ 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 പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചേ, പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ? അസ്വസ്ഥത വരുമ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അതാണ് ലുക്ക നടപടി യോഹന്നാൻ 12:27. ഞാൻ എന്ത് പറയേണ്ടു? ഞാൻ എന്താണ് ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ജപ്തി നടപടി വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഡോക്ടർ ഓപ്പറേഷൻ നിശ്ചയിച്ച് കഴിയുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷയിൽ ഒരു പേപ്പർ പോയി കഴിയുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അസ്വസ്ഥത വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്?
അപ്പോൾ ദൈവത്തിന് നീ മനസ്സിലാക്കണം, അസ്വസ്ഥത വരുമ്പോൾ വേറെ ഒന്ന് വെള്ളമടിക്കലേ ചെയ്യേണ്ടത്. ചില ആൾക്കാർ അസ്വസ്ഥത വരുമ്പോൾ നേരെ 2 പെക്കെടുത്ത് വീശും. അത് ഇരുട്ട് കൊണ്ട് എങ്ങനെയാണ് ഊട്ട് നടക്കണത്? നടക്കത്തില്ല. അതല്ല, നമുക്കൊരു വഴി കർത്താവ് തന്നിട്ടുണ്ട്. അസ്വസ്ഥത വരുമ്പോൾ, ഇപ്പോൾ കല്യാണം, ഇപ്പോൾ നിൻ്റെ ഭർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കാൻ പോകണമെന്ന് പറഞ്ഞു. നിൻ്റെ മക്കൾ ചിലപ്പോഴും നിന്നെ അനുസരിക്കണില്ല. അപ്പോൾ നിൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ എന്ത് പറയണ്ടു, ഞാൻ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്താണ് പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഈ പാഠമാണ് പിന്നീട് ഈശോ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്നത്. അതാണ് ലൂക്കാ 1 യോഹന്നാൻ 12:28. എന്താ പറയണത്? അപ്പാ ഞാൻ എന്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉടനെ പരിശുദ്ധാത്മ പറയും, നീ അപ്പായുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറയും. എന്ന് വെച്ചാൽ അങ്ങയുടെ നാമം പൂജിതമാകാൻ പറയും. ഉടനെ ഈശോ പറയും, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടെ നിന്നാണ് സ്വർഗസ്ഥനായ പിതാവ് വരണത്. അപ്പാ അങ്ങയുടെ നാമത്തെ ദൈവവേദലേ, നീ ഇപ്പോഴേ കർത്താവിനെയാണ് കേൾക്കണത്. നീ ഓർക്കണം, നമ്മുടെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. ഈ മരണവും ചമ്മട്ടിയും തള്ളിപ്പറച്ചിലും ഒറ്റുകൊടുക്കലും എല്ലാം കണ്ടവനാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവരുടെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞെരുക്കങ്ങളും ജയവും ഒരുമിച്ച് പോണതാണ്. ഇപ്പം 16:33 യോഹന്നാൻ്റെ സുവിശേഷം. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഈശോക്ക് ഉണ്ടായല്ലോ, ആത്മാവ് അസ്വസ്ഥമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ ലോകത്തെ ജയിച്ചത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഈശോ ലോകത്തെ ജയിച്ചത് എങ്ങനെയാണ്? ഈ സ്വർഗസ്ഥനായ പിതാവ് വിജയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അസ്വസ്ഥമായപ്പോഴാണ് അസ്വസ്ഥത ഈശോ എങ്ങനെയാണ് ജയിച്ചത്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവവേദലെ, നിനക്കോ എനിക്കോ എന്തെങ്കിലും ഇതുപോലെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന നിമിഷം വന്നാൽ ആ നിമിഷം നീ മുട്ടേ നിൽക്കണം. എന്നിട്ട് പറഞ്ഞ, അപ്പാ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഈശോ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി എപ്പോൾ എന്ത് സംഭവിച്ചു? ഈശോ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൻ്റെ മനസ്സിന് സബ്മിഷനായപ്പോൾ എന്നാ സംഭവിച്ചു? ഒരു വലിയ സംഭവം നടന്നു. ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ അധികാരിയെ പുറന്തള്ളാൻ പറ്റും. 12:31 യോഹന്നാന്റെ സുവിശേഷം 12:31. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. തിന്മയുടെ ശക്തിയെ പുറന്തള്ളപ്പെടാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ടാണ് സഭ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നത് എന്താണ്? പ്രെയർ ഓഫ് ഡെലിവറൻസാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ കുർബാന, സൂര്യമലബാർ കുർബാന അതിൻ്റെ കൂടെ തന്നെയാണ് ആ പ്രാർത്ഥന. ലാറ്റിൻ കുർബാനയിൽ അതിന് ശേഷമാണ് ആ പ്രാർത്ഥന. എന്താണ്? കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഏറ്റു പറഞ്ഞേ,
കർത്താവേ, എല്ലാ തിന്മകളിൽ നിങ്ങൾ ഈ മോചിപ്പിക്കണം. കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രദ്ധിക്കട്ടെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിൽ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിൽ. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിൽ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിൽ. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്നാത്തിൻ്റെ പ്രാർത്ഥനയാണ്? സാത്താനെ പുറന്തള്ളുന്ന പ്രാർത്ഥനയാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തുന്ന പ്രാർത്ഥനയാണ്. നീങ്ങനെ നിലംപരിശായി കിടക്കത്തില്ലേ? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ പോലെ കിടക്കുമ്പോഴും ഇവിടുന്ന് പുതിയ നാമ്പ് ഉയർന്നു വരുന്നത് എങ്ങനെയാണ്? ഈ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഭൂമിയിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടും. എൻ്റെ കൂടെ പറയണതാണ്, ഭൂമിയിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടും. ഈശോ കുരിശിലാണ് ഇങ്ങനെ ഉയർത്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഉയർത്തപ്പെടുക എന്നുള്ളത് നമ്മുടെ അസ്വസ്ഥതയ്ക്ക് ശേഷം വരുന്ന സബ്മിഷന് ശേഷം വരുന്നതാണ്. ചില കാര്യങ്ങൾ വിൽ ഓഫ് ഗോഡിന് നമ്മൾ അഡ്ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കർത്താവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, വരട്ടെ, കർത്താവ് ചെയ്യട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് പറഞ്ഞത്, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ചാൽ അങ്ങയുടെ നാമത്തെ പൂജിതമാക്കണമേ, അങ്ങയുടെ രാജ്യം എവരിത്തിങ് ഈസ് അവർ ഫാദർ ഇൻ ഹെവൻ പ്രെയറാണ് എല്ലാം. ഈശോ ഇവിടെയാണ് സ്വർഗസ്ഥനായ. അപ്പം ഒരു അസ്വസ്ഥതയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രെയർ ഓഫ് ഡെലിവറൻസും അവർ ഫാദർ എല്ലാം രൂപപ്പെട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഈശോ പറയും എങ്ങനെയാണ്? പിന്നെ എല്ലാം ഈശോ പറഞ്ഞ വാക്കുകൾ എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ ഗെത്സമേൻ പ്രെയറുമായിട്ട് ഇൻ്റർ കണക്റ്റഡാണിത്. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ടണൽ പോകുന്നുണ്ട്, ഇതിനെ കൂടി അതായത് നമ്മുടെ ഈ യോഹന്നാൻ്റെ 12 12:27 28 ഞാനെന്ത് പ്രാർത്ഥിക്കണം? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ഒരു ടണൽ അന്തർഭാവമായിട്ട് നേരെ പോകണത് മർക്കോസിൻ്റെ സുവിശേഷം 14:35-36 പോണത്. അവിടെ എന്താ പറയുക? അവിടെയും സ്വർഗസ്ഥനായ പിതാവ് തന്നെ പ്രാർത്ഥിക്കണത്. അപ്പോഴാൾ ചോര വിയർത്തൊരു സമയമായിരുന്നു ഗെത്സേമനിയിലും അസ്വസ്ഥയുടെ സമയത്ത് ഈശോ പ്രാർത്ഥിക്കണത്. ഈ അവർ ഫാദർ ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. ഞാൻ എന്തിനാണ് എൻ്റെ സഹോദരനോട് ഇങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊരു ലിപ് സർവീസ് അല്ല, മറിച്ച് ഇതാണ് നമുക്ക് ഭൂമിയിൽ ചെയ്യാനുള്ളത്. പോ ഭൂമിയിൽ ഞാനങ്ങയെ മഹത്വപ്പെടുത്തി എന്നല്ലേ പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങണത്? യോഹന്നാൻ 17:4 ഗെത്സമനി ഈശോ എന്ന് പറഞ്ഞ് തുടങ്ങണത് സ്വർഗസ്ഥനായ പിതാവ് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണത്. എന്താണ്? മുട്ടുകുത്തിയിട്ട് പറയാം, അപ്പാ ഗ്ലോറിഫൈ യുവർ സൺ, പുത്രനെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പറയണതാണ്. കാരണം എന്താണ്? അപ്പം ആ ഈ ഭൂമിയിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഭൂമിയിൽ ഈശോ എന്നാ ചെയ്തത്? യോഹന്നാൻ 17:4 എന്താ ചെയ്തത്? ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ളത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യണം. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്, വെരി സിമ്പിൾ. ചെല്ലലും ചെയ്യലും.
സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുകയും സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുകയും. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. വളരെ സിമ്പിളാണ്, വെരി ഇഫക്റ്റീവാണ്, വളരെ ക്ലിയറാണ്. ശരിക്കും ചെല്ലുക, ചെയ്യുക. എന്ത്? സ്വർഗസ്ഥനായ പിതാവ്. ഗെത്സേമനിലെ അവസാനം മുട്ടുകുത്തുമ്പോഴും 17:4 പറയും, അപ്പാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ആ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങിയിട്ട് അവസാനവും ഈശോ തന്നെയാണ് പറയണത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ ആദ്യം യോഹന്നാൻ പറയും ഈശോ എന്നാ സംസാരിച്ചതെന്ന്. ആദ്യത്തെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ വരിയാണ് ഈശോ സംസാരിക്കുന്നത്. ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് അത്. മർക്കോസിലേക്ക് വരുമ്പോൾ 14:35-36 വരുമ്പോൾ വീണ്ടും ഈ ചോര വിയർക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥന. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12:24 ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി തുടരുമെന്ന് തോന്നുന്നു. അഴിയുന്നെങ്കിലും അത് സമൃദ്ധമായ വിളവ് നൽകുന്നുവെന്ന്. ആ നിലത്ത് വീണ് അതേ ആ വാക്കിനോട് ചേർത്താണ് എങ്ങനെയാണ് നിലത്ത് വീണത് ഗോതമ്പ് മണി എന്ന് പറയാൻ വേണ്ടി മർക്കോസ് പറയും 14:35 അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണു. ദിസ് ഈസ് തിങ്. നിലത്ത് വീഴുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രുതികട്ടെ മർക്കോസ് 14:35 അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണു. സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു എന്നല്ലേ, ഞാൻ എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്ത് പറയേണ്ടു അവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. അവൻ പ്രാർത്ഥിച്ചു, അപ്പാ പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. ചോര വിയർത്ത് ശ്വാസം തളർന്ന് കിടക്കുമ്പോഴും അപ്പായെ മഹത്വപ്പെടുത്തുന്ന ഒരു ഈശോ ഇല്ലേ? This is Jesus. Hallelujah. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. തുല്യം ചെയ്യാൻ ഹല്ലേലൂയ. തുല്യം ചെയ്യാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചെയ്യാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ ജീവനെ
സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഭാഷാപത്തോടെ